എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 80 ശ്ലോകം 6 മുതൽ 15 വരെ 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. പരീക്ഷിത് മഹാരാജാവിന്റെ ആ ചോദ്യം കേട്ടപ്പോ, ഭഗവാനെ പറ്റി ഇങ്ങനെ, ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റി ഇങ്ങനെ പറയണത് കേട്ടപ്പോ ശ്രീശുക ബ്രഹ്മർഷിയുടെ മനസ്സ് കുറച്ചു നേരത്തേക്ക് ഭഗവാന് തന്നെ അങ്ങോട്ട് ലയിച്ചു. അങ്ങനെ ഉണർന്നപ്പോ ആ സുദാമാവും ഭഗവാനും കൂടിയുള്ള അത്ഭുതകരമായ ആ സുഹൃത് ബന്ധത്തിന്റെ പാവനമായ കഥ അങ്ങനെ പറയാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മജ്ഞാനികളുടെ മധ്യത്തിലെ ഏറ്റവും ഉത്തമനായിരുന്നു. വിഷയസുഖങ്ങളിലൊന്നും ഒട്ടും ആസക്തി ഇല്ലാത്തവനായിരുന്നു ആ ബ്രാഹ്മണൻ. ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചവനും വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ആൾ, ഒന്നിലും ഒരു ആഗ്രഹമില്ല. അങ്ങനെ ഒരു ഉത്തമ ബ്രാഹ്മണൻ. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചേലസ്യ ക്ഷുൽക്ഷാമാച തഥാവിധ. പ്രാരബ്ധത്തിനനുസരിച്ച് അന്നം കിട്ടിയാൽ ഭക്ഷിക്കും. ഒരു ദിവസം എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കും, കിട്ടിയില്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥൻ. ഒന്നുമില്ല ഗൃഹത്തില്, ധരിക്കാനോ ഒരു കീറത്തുണി മാത്രം, ഒരു മുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പേര് സുദാമാവ് എന്നാണ്. അപ്പൊ ഈ കീറത്തുണി മാത്രം ധരിക്കണത് കൊണ്ട് എല്ലാവരും അദ്ദേഹത്തിനെ കുചേലൻ, മലിനമായിട്ടുള്ള വസ്ത്രം ധരിക്കണം, അതുകൊണ്ട് കുചേലൻ കുചേലൻ എന്ന് വിളിച്ചു. ശരിക്കും പേര് സുദാമാവ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഭർത്താവിനെ പോലെ തന്നെ ശാന്ത സ്വഭാവം, സൽഗുണസമ്പന്ന. കിട്ടുന്ന ഭക്ഷണം എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടു കൊടുക്കും, വരുന്നവര് അവരുടെ ദാരിദ്ര്യം കണ്ടിട്ട് എന്തെങ്കിലും കൊടുക്കും, അത് കുറച്ചുള്ളൂ വെച്ചാൽ ഭർത്താവിന് കൊടുക്കും. എന്നിട്ട് അവര് വിശപ്പ് സഹിച്ചുകൊണ്ടിരിക്കും. കൂടുതലുണ്ടെങ്കിൽ രണ്ടുപേരും കഴിക്കും, ഇല്ലെങ്കിൽ ഭർത്താവിന് മാത്രം കൊടുത്ത് ഒന്നും കഴിക്കാതിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് ചേർന്ന ഒരു അനുരൂപയായിട്ടുള്ള ഭാര്യ തന്നെയായിരുന്നു ആ ബ്രാഹ്മണ സ്ത്രീ. അങ്ങനെ വിശപ്പ് സഹിച്ച് ഒന്നും കഴിക്കാതെയായിട്ട് വളരെ മെലിഞ്ഞ് ക്ഷുക്ഷാമ, ക്ഷുത്തുകൊണ്ട്, അതായത് വിശപ്പ് കൊണ്ട്, ക്ഷാമ ചടച്ചവൾ. ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ മെലിയില്ലേ, അങ്ങനെ മെലിഞ്ഞ് ക്ഷുൽക്ഷാമ എന്നുള്ള പേരായിരുന്നു അവർക്ക്. ഒന്നും കഴിക്കാതിരുന്നിട്ട് അങ്ങനെ വീഴും എന്നുള്ള മട്ടായി. ആരോഗ്യം, ഭർത്താവിന്റെ ആരോഗ്യം അതെങ്ങനെ മോശമായിട്ട് വരണു. ഇനി ഇത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഭർത്താവിനോട് പറയാണ്, പതിം പ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രാസീതമാനാസ വേപമാനാഭിഗമ്യ ച. ഭർത്താവിന് കൊടുക്കാൻ ഒന്നുമില്ല അവിടെ. വല്ലാത്ത മനസ്സിന് വേദനയായി. ആഹാരമില്ലാതെ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുമ്പോ കയ്യോ കാലൊക്കെ അങ്ങനെ വിറയ്ക്കുക, വീഴാൻ ഭാവിക്കാണ്. ഉണങ്ങി വരേണ്ട മുഖത്തോട് കൂടിയിട്ട് ആ ഭർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സത്തദർശഭ. ഹേ ബ്രഹ്മൻ, സാക്ഷാൽ ലക്ഷ്മി വല്ലഭൻ അങ്ങയുടെ സുഹൃത്താണെന്ന് അങ്ങ് എപ്പോഴും പറയാറുണ്ടല്ലോ. സാന്ദീപനി ആശ്രമത്തിൽ വെച്ച് ഒന്നിച്ചു പഠിച്ചതാണ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണെന്ന്. അദ്ദേഹം ബ്രാഹ്മണ ഭക്തനും ശരണം പ്രാപിക്കാൻ യോഗ്യനും ജ്ഞാനം ഐശ്വര്യം മുതലായ 6 ഗുണങ്ങൾ തികഞ്ഞവനും ഭക്തജനങ്ങളെ രക്ഷിക്കുന്നവനും ആണല്ലോ. അതിലൊട്ടും സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി
ദ്രവിണം ഭൂരി സീതതേ തേ കുടുംബിനെ. ഹേ മഹാഭാഗ, അദ്ദേഹത്തിന്റെ സമയം അടുത്ത് ഒന്ന് പോയി വരാൻ കരുണ ഉണ്ടാവണേ. ദിവസവൃത്തി കഴിക്കാൻ വകയില്ലാതെ തളർന്നുകൊണ്ടിരിക്കുന്ന കുടുംബിയായ അങ്ങയ്ക്ക് അദ്ദേഹം, ആ ലക്ഷ്മീകാന്തനായ ആ ഭഗവാൻ വേണ്ടുവോളം ധനം തരും. ഇപ്പൊ അത് ധനം തന്നില്ലെങ്കിലും വിരോധമില്ല. സജ്ജനങ്ങള് അദ്ദേഹത്തെ അല്ലേ ആശ്രയിക്കേണ്ടത്. ആ ഭഗവാന്റെ സന്ദർശനം അങ്ങയ്ക്ക് ലഭിക്കുന്നത് പരമലാഭല്ലേ. അതുകൊണ്ടൊന്ന് പോയി വരണേ എന്ന് വളരെ വിനയത്തോടുകൂടി പറഞ്ഞു. ആസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്തകേശ്വര സ്മരത പാദകമലം മാനമപി യച്ഛതി കിന്വർത്ഥകാമാൻ ഭജതു നാത്യഭീഷ്ടാൻ ജഗൽ ഗുരു. ഇപ്പോ ആ ഭഗവാൻ ദ്വാരകയിൽ തന്നെ ഉണ്ടെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ പാദകമലത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചു ഭജിക്കുന്നവന് ആത്മാവിനെ കൂടി ദാനം ചെയ്യുന്ന ആളാണല്ലോ ആ ഭഗവാൻ. അപ്പൊ പിന്നെ അർത്ഥകാമങ്ങൾ കൊടുക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആത്മാവിനേക്കാൾ പ്രിയസ്ഥാനം, ആത്മാവിനേക്കാളും വലുത് വേറൊന്നുമില്ലല്ലോ. ആ ഭഗവാൻ ലോകഗുരു ഭജിക്കുന്നവന് ആത്മാവിനെ കൂടി കൊടുക്കുന്നു. ഗുരുരൂപേണ ആത്മജ്ഞാനം നൽകി സംസാരത്തിലെ സങ്കടങ്ങളൊക്കെ നിശേഷം നശിപ്പിച്ച് പരമാനന്ദ രൂപനാക്കി തീർക്കുന്നു. അർത്ഥകാമങ്ങളൊക്കെ നിസ്സാരങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അവ രണ്ടും ആരംഭത്തില് സുഖമായിട്ട് തോന്നും, എങ്കിലും അവസാനം അത് തുച്ഛങ്ങളാണെന്ന് മനസ്സിലാവും. അപ്പൊ വിരസങ്ങളാകും. അതുകൊണ്ട് ഭഗവാൻ അവയെയൊന്നും സ്നേഹിക്കുന്നില്ല. പരമപ്രേമ വിഷയമായ ആത്മാവിനെ നൽകുന്ന ഭഗവാൻ പ്രേമ വിഷയമല്ലാത്ത അർത്ഥകാമങ്ങളെ നൽകുമോ ഇല്ലയോ എന്ന് സംശയിക്കാൻ അവകാശമില്ല. ഇങ്ങനെയൊക്കെ ആ പത്നി പറഞ്ഞു. സയേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോകദർശനം ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ ആപ്യസ്ത്യുപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ദീയതാം. ഇങ്ങനെ ഭക്തി വിനയത്തോടെ മൃദുസ്വരത്തില് ഭാര്യ വളരെ കുറെ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോ ജലബ്രാഹ്മണൻ ആനന്ദരൂപ പ്രകാശത്തെ ഭക്തന്മാരുടെ ഹൃദയഗുഹയിൽ കാട്ടിക്കൊടുക്കുന്ന ആ ഭഗവാന്റെ ദർശനം സിദ്ധിക്കുമല്ലോ. എന്തായാലും ഭഗവാന്റെ ദർശനം സിദ്ധിക്കും, ഒന്ന് പോയി കാണുന്നെ എന്നങ്ങോട്ട് തീരുമാനിച്ചു. ഇതിന്റെ മീതെ എന്താണ് ഇപ്പൊ സിദ്ധിക്കേണ്ടത് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് പോകാൻ തന്നെ ഉറച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഹേ കല്യാണി, ഭഗവാന് സമർപ്പിക്കാൻ എന്തെങ്കിലും കാഴ്ചദ്രവ്യം ഗൃഹത്തിലുണ്ടെങ്കിൽ തരൂ. എന്താ അവിടെ ഉള്ളതെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. നീ എപ്പോഴും നാമം ജപിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല സ്ത്രീകള് ഗൃഹത്തിലുണ്ടെങ്കിൽ അവിടെ ഒന്നും ഇല്ലാതിരിക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണി കല്യാണി മംഗളം ഉള്ളവളെ എന്ന് കല്യാണി എന്ന് സംബോധന ചെയ്തത്. വെറും കൈയോടെ ഈശ്വരനെയും വയസ്സായവരെയൊക്കെ കാണാൻ പോകാൻ പാടില്ല എന്ന് പറയില്ലേ? അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊടുക്കാണ്ട് എങ്ങനെയാ ഞാൻ പോവുക? ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ശരിയാണെന്ന് പത്നിക്ക് തോന്നി. വേഗം യാചിക്കാനായിട്ട് പോവാണ്. അല്ലാതെ അവിടെ ഒന്നുമില്ല. യാചിത്വാ ചതുരോ മുഷ്ടിൻ വിപ്രാൻ പൃഥുകതണ്ഡുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാത്പായനം. ഇത്ര ഇല്ലാതായാലും ഭർത്താവിന്റെ ചോദ്യം കേട്ട ഉടനെ ഇല്ല എന്ന് പറയാൻ തോന്നിയില്ല ആ അമ്മയ്ക്ക്. ഇവിടെ ഒന്നുമില്ല, എന്താ ഇവിടെ ഉണ്ടാവുക? അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. വേഗം വളരെ സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. സമാധാനമൊന്നും പറയാതെ അടുത്തുള്ള ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ ചെന്നു. ഓരോരുത്തര് കുറേശ്ശെ കൊടുത്തു. അങ്ങനെ 4 പിടി അവില് അന്ന് കിട്ടി ആ സാധ്വിക്ക്. അത് ഒരു വസ്ത്രത്തിൽ കെട്ടി ഭർത്താവിന്റെ കയ്യില്, തന്റെ ഒരു വസ്ത്രം പോലും ഇല്ല, തന്റെ കീറിയ പുടവ തന്നെ അതും തന്നെ കീറിയിട്ട് ആ മുഷിഞ്ഞുള്ള ആ സാരി തുമ്പില് അത് കെട്ടി കൊടുത്തയച്ചു. ഭഗവാന് സമർപ്പിക്കാൻ എന്ന ഭാവത്തില് യാചിക്കുമ്പോൾ ശ്രേഷ്ഠ പദാർത്ഥം തന്നെ ലഭിക്കും. ഏറ്റവും ഇഷ്ടം ഭഗവാന് അവിലാണെന്ന് പറയുന്നുണ്ട്. ആ അവില് തന്നെ ഭഗവാന് വേണ്ടിയിട്ടല്ലേ, ഭഗവാന് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സാധ്വി പോയത്. അതുകൊണ്ട് 4 പിടി അവില് തന്നെ കിട്ടി, അത് കൊടുത്തയച്ചു. ഇത് അവിടത്തേക്ക് ഈ കല്ലും നെല്ലും ഉള്ള ഈ അവില് ചിലപ്പോ അദ്ദേഹം അങ്ങേക്ക് തന്നു എന്ന് വരില്ല. തട്ടിപ്പറിച്ച് എടുക്കണേ, ഇത് അങ്ങ് എടുക്കണേ, അത് സ്വീകരിക്കണേ എന്ന് ആ പത്നി ആ സമയത്ത് പ്രാർത്ഥിച്ചു എന്നാ പറയണത്. അത് മനസ്സിലാക്കൂലോ ഭഗവാൻ. സദാനാദായ വിപ്രാഗ്ര പ്രയയൗ
ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാതിഥി ചിന്തയൻ. ഇത്ര തന്നെ ഇല്ലാതായാലും ഭഗവാനെ കാണാൻ വെറും കൈയോടെ പോകാൻ പാടില്ല എന്നുള്ള തത്വം അറിഞ്ഞിരിക്കുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠനായ കുചേലൻ ആ അവിൽ പൊതി സന്തോഷപൂർവം വാങ്ങി മഹാപ്രഭുവായ കൃഷ്ണമൂർത്തിയുടെ സന്ദർശനം എനിക്ക് എങ്ങനെ ലഭിക്കാം, അവിടെ എനിക്ക് പോകാൻ പറ്റുമോ, എങ്ങനെ അവിടെ എത്തുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് അങ്ങനെ എത്തുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.